ഈ കുഞ്ഞിന് ഏതാനും മാസങ്ങൾ മാത്രമേ പ്രായമുണ്ടായിരിക്കൂ. പക്ഷേ ഈ പിഞ്ച് ശരീരം നിർമ്മിതമായിരിക്കുന്ന സകല ഘടകങ്ങൾക്കും നമ്മുടെ ഭൂമിയേക്കാൾ പഴക്കമുണ്ട്. ഈ ചെറിയ അസ്ഥികളിലെ ഓരോ കാൽഷ്യം ആറ്റവും രക്തത്തിലെ ഓരോ അയൺ കണികയും പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പുരാതന കാലത്തിൽ ഭീമാകാരമായ നക്ഷത്രങ്ങളുടെ ഉരുകുന്ന ഹൃദയങ്ങൾക്കുള്ളിൽ രൂപം കൊണ്ടതാണ്. പക്ഷേ നക്ഷത്രങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. എല്ലാ ഘടകങ്ങളെയും അവർക്ക് നിർമ്മിക്കാൻ കഴിയില്ല. അയൺ വരെയുള്ള ഘടകങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സാധാരണ നക്ഷത്രങ്ങൾക്കുള്ളിൽ രൂപം കൊള്ളാനാകൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? അവയെ സൃഷ്ടിക്കാൻ പ്രപഞ്ചം ആശ്രയിച്ചത് അതിന്റെ ഏറ്റവും തീവ്രവും ഭയാനകവുമായ ചില പ്രതിഭാസങ്ങളെയാണ്. അതെന്തൊക്കെയാണെന്നും ഹൈഡ്രജനും ഹീലിയവും മാത്രമുണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന സകല വസ്തുക്കളും രൂപം കൊള്ളാനുള്ള ഘടകങ്ങൾ എങ്ങനെയുണ്ടായി എന്നും നമുക്ക് നോക്കാം. ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടത്. ആ സമയത്തെ തീവ്രമായ താപനില കാരണം പദാർത്ഥങ്ങൾക്ക് സാധാരണ രൂപത്തിൽ നിലനിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ശേഷം ഏതാണ്ട് 3,80,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം ഒരുപാട് വികസിക്കുകയും തണുക്കുകയും ചെയ്തു. അപ്പോഴാണ് ആദ്യത്തെ ആറ്റംസ് ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ ആറ്റങ്ങൾ വളരെ ലളിതമായിരുന്നു. ഹൈഡ്രജനും ഹീലിയവും പിന്നെ ചെറിയ തോതിൽ ലിഥിയവും ഇത്രയുമാണ് ആദ്യമായി രൂപം കൊണ്ടത്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും നിസ്സാരമായ ആദ്യത്തെ 3 എലമെന്റ്സ് ആണിവ. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. ഗാലക്സികൾ, ബ്ലാക്ക് ഹോളുകൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സമുദ്രങ്ങൾ, മരങ്ങൾ, ജീവൻ എന്നിങ്ങനെ മറ്റൊന്നിനും രൂപം കൊള്ളാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള ആറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിർമ്മിതമായ ഒരു വലിയ മൂടൽമഞ്ഞായിരിക്കും പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഒരു വസ്തുവും പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. ശേഷം പല കോടി വർഷങ്ങളുടെ സമയം കൊണ്ട് ഈ അനന്തമായ മൂടൽമഞ്ഞിൽ നിന്നും ഗ്രാവിറ്റി പതിയെ പതിയെ സാന്ദ്രത കൂടിയ മേഘപടലങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ നെബുലകൾ രൂപം കൊണ്ടു. ഈ നെബുലകളിൽ കൂടുതൽ മഞ്ഞ് വന്നു ചേരുന്നതിനനുസരിച്ച് നെബുലകളുടെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരുന്നു. ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മൂടൽ മഞ്ഞ് വന്ന് ചേരുകയും ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം അവയുടെ സാന്ദ്രതയും ഒരുപാട് കൂടുതലാകാൻ തുടങ്ങി. ഗ്രാവിറ്റി എല്ലാ ഭാഗത്തു നിന്നും വാതകങ്ങളെ ഒരേപോലെ പിടിച്ചു വലിക്കുന്നതിനാൽ ഈ വാതകങ്ങൾ നെബുലയുടെ കേന്ദ്രത്തിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. അങ്ങനെ നെബുലകളുടെ മധ്യഭാഗങ്ങൾ വലിയ ഗോളങ്ങളായി മാറി. ഈ ഗോളങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇവയുടെ മധ്യഭാഗത്തിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദവും അനന്തരഫലമായിട്ടുണ്ടാകുന്ന താപനിലയും കൂടിക്കൊണ്ടിരുന്നു. കാലക്രമേണ മധ്യഭാഗത്തിലെ താപനില പല ദശലക്ഷക്കണക്കിന് ഡിഗ്രീസ് എത്തി. മധ്യഭാഗത്തിലെ ഈ അതിതീവ്രമായ സമ്മർദ്ദവും താപനിലയും കാരണം ഹൈഡ്രജൻ കണികകൾ ഞെരിഞ്ഞമരുകയും അവ കൂടിച്ചേർന്ന് ഹീലിയം കണികകളായി മാറുകയും ചെയ്യാൻ തുടങ്ങി. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ നക്ഷത്രം ജനിക്കുന്നത്. നക്ഷത്രങ്ങളുടെ മധ്യഭാഗത്തിൽ വളരെ വിചിത്രമായ ഒരു വടംവലി നടക്കുന്നുണ്ട്. ഗുരുത്വാകർഷണ ബലം നക്ഷത്രത്തിനെ ഉള്ളിലോട്ട് പിടിച്ചു വലിക്കും. അതിന്റെ സമ്മർദ്ദത്തിൽ നക്ഷത്രത്തിന്റെ കോറിലുള്ള ഹൈഡ്രജൻ കണികകൾ കൂടിച്ചേർന്ന് ഹീലിയമായി മാറും. അപ്പോൾ പുറത്തുവരുന്ന ഊർജം നക്ഷത്രത്തിനെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് തള്ളിവിടും. ഇങ്ങനെ ഗ്രാവിറ്റിയും ഫ്യൂഷൻ എനർജിയും കൂടെ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രത്തിനെ പിടിച്ചു വലിക്കുന്നതിനാൽ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകും. ഈ സന്തുലിതാവസ്ഥ കാരണമാണ് നക്ഷത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത് പോലും. എന്നാൽ മധ്യഭാഗത്തിലെ ഇന്ധനം മുഴുവൻ തീരുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സൂര്യന്റെ 25 മടങ്ങ് മാസമുള്ള ഒരു നക്ഷത്രത്തിനെയാണ് ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ഇങ്ങനൊരു നക്ഷത്രത്തിന്റെ കോർ ഭാഗത്തിൽ ഏകദേശം 70 ലക്ഷം വർഷങ്ങളാകുമ്പോഴേക്കും ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഹൈഡ്രജൻ തീരുമ്പോൾ ഈ നക്ഷത്രത്തിന്റെ സന്തുലിതാവസ്ഥ തകരുകയും ഗ്രാവിറ്റി ജയിക്കുകയും ചെയ്യും. പക്ഷെ ഈ വിജയം വെറും താൽക്കാലികം മാത്രമാണ്. കാരണം സന്തുലിതാവസ്ഥ തകരുമ്പോൾ കോറിൽ കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാവിറ്റി കൂടുമ്പോൾ അത് കാരണം മധ്യഭാഗത്തിലെ സമ്മർദ്ദവും അതേ തുടർന്ന് താപനിലയും കൂടുതലാകും. അനന്തരഫലമായി ഹീലിയം കണികകൾ കൂടിച്ചേർന്ന് കാർബൺ കണികകളാകാൻ തുടങ്ങും. ഏകദേശം 5 ലക്ഷം വർഷങ്ങളോളം കാലം ഇത് തുടരും. ശേഷം കാർബൺ തീരുമ്പോൾ വീണ്ടും ഗ്രാവിറ്റിയും സമ്മർദ്ദവും താപനിലയും ഒക്കെ ഉയരും. അങ്ങനെ അടുത്ത് കാർബൺ കണികകൾ കൂടിച്ചേർന്ന് നിയോണും ഓക്സിജനുമായി മാറാൻ തുടങ്ങും. ഏതാണ്ട് വെറും 600 വർഷങ്ങളോളം കാലമായിരിക്കും ഇത് തുടരുന്നത്. ശേഷം 1 വർഷത്തോളം കാലം കൊണ്ട് നിയോൺ കണികകൾ ഓക്സിജനും മഗ്നീഷ്യവുമായി മാറും. അത് കഴിയുമ്പോൾ പിന്നെ 6 മാസങ്ങൾ കൊണ്ട് ഓക്സിജൻ മുഴുവൻ സിലിക്കണും സൾഫറുമായി മാറും.
അതും കഴിയുമ്പോൾ അവസാനം വെറും ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കും സിലിക്കൺ മുഴുവൻ അയണായി മാറുന്നത്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ ഘട്ടത്തിന്റെ ഒരു ചെറിയ ലെയർ കോറിന് ചുറ്റും അവശേഷിക്കും. ഉദാഹരണത്തിന് ഹീലിയം കാർബൺ ആകുമ്പോൾ കോറിന് പുറത്ത് ഹീലിയത്തിന്റെ ഒരു ലെയർ ഉണ്ടാകും. അങ്ങനെ അവസാനം അയൺ എത്തുമ്പോഴേക്കും ഉള്ളിയിൽ കാണുന്നത് പോലെ ഒരുപാട് ലേയേഴ്സ് കോറിന് ചുറ്റും ഉണ്ടാകും. എന്തായാലും അയണാണ് നക്ഷത്രത്തിന്റെ അന്ത്യം കുറിക്കുന്നത്. എന്തെന്നാൽ അയൺ വരെയുള്ള എലമെന്റ്സ് തമ്മിൽ ഫ്യൂസ് ആകുമ്പോൾ ആ ഫ്യൂഷൻ പ്രക്രിയയിൽ നിന്നും ഊർജം പുറത്തു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ അയൺ മുതൽ ശേഷമുള്ള ഏത് എലമെന്റ്സ് തമ്മിൽ ഫ്യൂസ് ആയാലും ആ ഫ്യൂഷൻ പ്രക്രിയ ഊർജം പുറത്തുവിടുന്നതിന് പകരം ഊർജം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ കോർ ഭാഗത്തിൽ പരമാവധി അയൺ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കോർ മുഴുവൻ അയണായി മാറുമ്പോഴേക്കും പുറത്തോട്ടുള്ള തള്ളൽ നിൽക്കും. അതായത് സന്തുലിതാവസ്ഥ തകരും. അതോടെ അവസാനം ഗ്രാവിറ്റി പൂർണ്ണമായും ജയിക്കും. അത് കാരണമുണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നക്ഷത്രത്തിന്റെ കോർ ഭാഗം വളരെ വേഗത്തിൽ ചുരുങ്ങും. ഒരു സെക്കൻഡിന്റെ ചെറിയൊരംശം സമയം കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഭൂമിയുടെ അത്ര വലിപ്പമുള്ള കോർ ഭാഗം വെറും 20 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഗോളമായി ചുരുങ്ങും. പ്രകാശത്തിന്റെ 23% വേഗത്തിലായിരിക്കും ഇങ്ങനെ ചുരുങ്ങുന്നത്. സാധാരണഗതിയിൽ ഇലക്ട്രോൺസ് കാരണം ഒരാറ്റത്തിന് കൃത്യമായ ഒരു അതിരുണ്ടായിരിക്കും. ഈ അതിരിനെ ഒന്നിനും തകർക്കാൻ കഴിയില്ല. എന്നാൽ ഈ കോർ ഭാഗം അതിവേഗത്തിൽ ചുരുങ്ങുമ്പോഴുള്ള സമ്മർദ്ദം കാരണം കോറിലുള്ള അയൺ ആറ്റങ്ങളിലെ അതിരുകൾ പോലും തകരും. ഈ ഇലക്ട്രോൺസ് ഒക്കെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസുമായി കൂടിച്ചേർന്ന് ന്യൂട്രോൺസ് ആയി മാറും. അങ്ങനെ അവശേഷിക്കുന്ന കോറിൽ ആകെ ന്യൂട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കൂ. ന്യൂട്രോൺസിനെ തകർക്കാനുള്ള ശക്തി ഈ ഗ്രാവിറ്റിക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ചുരുങ്ങുന്ന പ്രക്രിയ ഉടൻ തന്നെ അവസാനിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നതിനാൽ കോറിന് പുറത്തുള്ള എല്ലാ ലേയേഴ്സും അതിവേഗത്തിൽ ന്യൂട്രോൺ കോറിൽ വന്നിടിക്കും. കോറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. അത്രയേറെ ശക്തമായിരിക്കും ഇത്. എന്നാൽ ഇങ്ങനെ വന്നിടിക്കുമ്പോഴുണ്ടാകുന്ന ശക്തമായ ഷോക്ക് വേവ് കാരണം കോറിന് പുറത്തുള്ള നക്ഷത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ പൊട്ടിത്തെറിക്കും. അതിഗംഭീരമായ ഈ നക്ഷത്ര വിസ്ഫോടനങ്ങളെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. വളരെ ശക്തമായ ഒരു സൂപ്പർനോവ ഏതാനും ചില മണിക്കൂറുകൾ മുതൽ ആഴ്ചകളോളം നേരത്തേക്ക് ഒരു ഗാലക്സിയേക്കാൾ കൂടുതൽ തിളക്കത്തിൽ പ്രകാശിക്കും. അത്രയും ഗംഭീരമായ വിസ്ഫോടനങ്ങളാണ് സൂപ്പർനോവ. ഈ വിസ്ഫോടനത്തിൽ നക്ഷത്രം പൂർണ്ണമായും നശിച്ചു പോകും. ന്യൂട്രോൺസ് കൊണ്ട് നിർമ്മിതമായ കോർ ഭാഗം മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ഈ കോറിനെയാണ് നമ്മൾ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ സൂപ്പർനോവയിലൂടെ നശിക്കുന്നതിന് പുറമെ അത് പുതുതായിട്ട് ചിലതിനെ നിർമ്മിക്കുകയും ചെയ്യും. അതിവേഗത്തിൽ വരുന്ന ഷോക്ക് വേവിന്റെ ശക്തിയിൽ കോറിന് പുറത്തുള്ള ലേയേഴ്സിലെ കണികകളെല്ലാം ഞെരിഞ്ഞമരും. അത് കാരണം നക്ഷത്രത്തിന്റെ കോർ ഭാഗത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദവും താപനിലയും ഈ ലേയേഴ്സിൽ അനുഭവപ്പെടും. അങ്ങനെ അയണിനേക്കാൾ കൂടുതൽ ഹെവിയായ നിരവധി എലമെന്റ്സ് ഉണ്ടാകും. പക്ഷേ ഏതാനും ചില മണിക്കൂറുകളോളം മാത്രമേ ഇങ്ങനെ ഹെവി എലമെന്റ്സ് ഉണ്ടാകുന്ന ഈ പ്രക്രിയ തുടരുകയുള്ളൂ. ശേഷം ഈ ഹെവി ആറ്റംസ് എല്ലാം ബഹിരാകാശത്തിന്റെ അനന്തമായ വിശാലതയിലേക്ക് ചിന്നിച്ചിതറും. പ്രപഞ്ചത്തിന്റെ പല കോണുകളിലേക്കും അവ വ്യാപിക്കപ്പെടും. ഈ പദാർത്ഥങ്ങൾ ഭാവിയിൽ പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഘടകങ്ങളായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിന്റെ അന്ത്യവും യഥാർത്ഥത്തിൽ പുതിയൊരു തുടക്കവും കൂടെയാണ്. പക്ഷേ സൂപ്പർനോവകൾക്ക് അയണിനേക്കാൾ ഹെവിയായ എല്ലാ എലമെന്റ്സിനെയും നിർമ്മിക്കാൻ കഴിയില്ല. ഇവിടെയാണ് മീഡിയം മാസ് നക്ഷത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സൂര്യന്റെ 0.8 മുതൽ 8 മടങ്ങ് വരെ മാസുള്ള നക്ഷത്രങ്ങളെയാണ് പൊതുവെ മീഡിയം മാസ് നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ സൂര്യനും ഇത്തരമൊരു നക്ഷത്രമാണ്. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ നശിക്കുന്നത് സൂപ്പർനോവയിലൂടെ ആയിരിക്കില്ല. പകരം ജീവിതചക്രത്തിന്റെ ഏറ്റവും അവസാനമാകുമ്പോൾ പുറം ഭാഗം മുഴുവൻ പതിയെ പതിയെ നക്ഷത്രത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ഒടുവിൽ അവശേഷിക്കുന്നത് കോർ ഭാഗം മാത്രമായിരിക്കും. ഇങ്ങനെ നശിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ ഈ നക്ഷത്രം വളരെ വലിയൊരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറും. ആ സമയം നക്ഷത്രത്തിന്റെ ഉള്ളിലുള്ള ചില ലേയേഴ്സ് ഒക്കെ പരസ്പരം മിക്സ് ആകും. അപ്പോൾ കാർബൺ, ഓക്സിജൻ, ഹീലിയം എന്നിങ്ങനെ ചില ആറ്റങ്ങളിൽ സംഭവിക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസ് കാരണം ഫ്രീ ന്യൂട്രോൺസ് പുറന്തള്ളപ്പെടും. ഈ ന്യൂട്രോൺസ് മറ്റ് ആറ്റങ്ങളുമായി വളരെ എളുപ്പത്തിൽ കൂടിച്ചേരും. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഒരുപാട് ന്യൂട്രോൺസ് കൂടിച്ചേരുമ്പോൾ അത് വളരെ അൺസ്റ്റേബിൾ ആയി മാറും. ഒടുവിൽ ഈ ന്യൂട്രോൺസ് പ്രോട്ടോണായി മാറും. ഒരാറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുമ്പോൾ ആ ആറ്റം കൂടുതൽ ഹെവിയായ എലമെന്റ് ആയി മാറും. ഇങ്ങനെയാണ് നമ്മുടെ സൂര്യനെ പോലെയുള്ള ചെറിയ നക്ഷത്രങ്ങൾ അയണിനേക്കാൾ കൂടുതൽ ഹെവിയായ എലമെന്റ്സ് ഉണ്ടാക്കുന്നത്. റെഡ് ജയന്റ് ഘട്ടം പല ശതകോടി വർഷങ്ങളോളം കാലം വരെ തുടരും. അതിനാൽ ഒരുപാട് ഹെവി എലമെന്റ്സ് ഉണ്ടാക്കാനുള്ള സമയവുമുണ്ട്. പക്ഷെ ഈ നക്ഷത്രങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ബിസ്മത്ത് വരെയുള്ള എലമെന്റ്സിനെയാണ് ഇത്തരം നക്ഷത്രങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്.
അതിനേക്കാൾ ഹെവിയായ എലമെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ സൂപ്പർനോവയ്ക്ക് സമാനമായ മറ്റൊരു പ്രതിഭാസം ആവശ്യമാണ്. അതാണ് കിലോനോവ. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഏറ്റവും പുറം ഭാഗത്തിൽ ഏകദേശം പൂർണ്ണമായും അയൺ കൊണ്ട് നിർമ്മിതമായ ഒരു ലെയറും കൂടെ ഉണ്ടായിരിക്കും. അത് പണ്ടത്തെ അയൺ കോറിൽ നിന്നും അവശേഷിച്ചതാണ്. 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ നക്ഷത്രവും ഒരു ബ്ലാക്ക് ഹോളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിസ്ഫോടനമാണ് കിലോനോവ. ഇത് സംഭവിക്കുമ്പോൾ ആഘാതത്തിൽ നിന്നുമുള്ള തീവ്രമായ സമ്മർദ്ദവും താപനിലയും കാരണം ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങളിലുള്ള ന്യൂട്രോൺസും അയൺ ആറ്റങ്ങളും തമ്മിൽ ഞെരിഞ്ഞമരും. അപ്പോൾ നേരത്തെ റെഡ് ജയന്റ് നക്ഷത്രങ്ങളിൽ സംഭവിച്ചതിന് സമാനമായ കാര്യം ഇവിടെയും സംഭവിക്കും. അതായത് അയൺ ആറ്റംസിന്റെ ന്യൂക്ലിയസ് ഫ്രീ ന്യൂട്രോൺസിനെ വലിച്ചെടുക്കും. ഈ ന്യൂട്രോൺസ് പ്രോട്ടോൺസ് ആയി മാറുമ്പോൾ കൂടുതൽ ഹെവിയായ എലമെന്റ്സ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ റെഡ് ജയന്റ് നക്ഷത്രങ്ങളിൽ ഈ പ്രക്രിയ വളരെ സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആറ്റം ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത ശേഷം ചിലപ്പോൾ ആ ന്യൂട്രോൺ ഡീകേ ആയതിനു ശേഷമായിരിക്കും വീണ്ടും അടുത്ത ന്യൂട്രോണിനെ അത് അബ്സോർബ് ചെയ്യുന്നത്. അതിനാൽ കൂടുതൽ ഹെവിയായ എലമെന്റ്സിനെ ഇതിനുണ്ടാക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ ഹെവി എലമെന്റ് ആകുന്നതിന് മുന്നേ പഴയ ന്യൂട്രോൺ ഡീകേ ആകും. എന്നാൽ കിലോനോവയിൽ കോടിക്കണക്കിന് ഫ്രീ ന്യൂട്രോൺസ് ആണ് വെറുമൊരൊറ്റ സെക്കൻഡിനുള്ളിൽ അയൺ ആറ്റംസിന്റെ ന്യൂക്ലിയസിലേക്ക് ഇരച്ചു കയറുന്നത്. ഈ ന്യൂട്രോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ പ്രോട്ടോൺസ് ആയി മാറുമ്പോൾ ബിസ്മത്തിനേക്കാൾ ഹെവിയായ എലമെന്റ്സ് ഉണ്ടാകും. പക്ഷേ ഇതുവരെ പറഞ്ഞ പ്രക്രിയകൾക്കൊന്നിനും ബെറിലിയവും ബോറോണും നിർമ്മിക്കാൻ കഴിയില്ല. നിർമ്മിക്കാൻ കഴിയുമെങ്കിലും ഈ പ്രക്രിയകളുടെ തീവ്രമായ താപനില കാരണം ബെറിലിയവും ബോറോണും ഉടൻ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഇവ രൂപം കൊള്ളാൻ കോസ്മിക് റേസ് പാലേഷൻ എന്ന മറ്റൊരു പ്രതിഭാസം ആവശ്യമാണ്. ഏകദേശം പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ചില സബ് അറ്റോമിക് കണികകളാണ് കോസ്മിക് റേസ്. 99% കോസ്മിക് റേസും പ്രോട്ടോൺസും ഹീലിയം ന്യൂക്ലിയസുകളും ആയിരിക്കും. നക്ഷത്രങ്ങൾ, നക്ഷത്ര വിസ്ഫോടനങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ എന്നിങ്ങനെ പല സ്രോതസ്സുകളിൽ നിന്നും കോസ്മിക് റേസ് വരാറുണ്ട്. ഈ കണികകൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നിങ്ങനെ ബഹിരാകാശത്തിലുള്ള ചില ആറ്റങ്ങളിൽ വന്നിടിക്കും. അതിവേഗത്തിൽ വന്നിടിക്കുന്ന ഈ കോസ്മിക് റേസ് കാരണം ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ചെറിയ കഷണങ്ങളായി പിളരും. അങ്ങനെയാണ് ബെറിലിയവും ബോറോണും ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു തരം വിചിത്രമായ സൂപ്പർനോവയുണ്ട്. നേരത്തെ പറഞ്ഞ വലിയ നക്ഷത്രങ്ങളുടെ വിസ്ഫോടനങ്ങളെ ടൈപ്പ് 2 സൂപ്പർനോവ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അവയുടെ കോർ ഭാഗങ്ങൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ഈ കോർ ഭാഗങ്ങളെ വൈറ്റ് ഡ്വാർഫ്സ് എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രം സമീപമുള്ള മറ്റൊരു സാധാരണ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുത്താൽ ആ വൈറ്റ് ഡ്വാർഫിന്റെ മാസ് കൂടുകയും അനന്തരഫലമായി കാലക്രമേണ അതിന് വിസ്ഫോടനം സംഭവിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ 2 വൈറ്റ് ഡ്വാർഫ്സ് തമ്മിൽ കൂട്ടിയിടിച്ചാലും ഇതേ വിസ്ഫോടനം സംഭവിക്കും. ഇങ്ങനെ വൈറ്റ് ഡ്വാർഫുകൾക്ക് സംഭവിക്കുന്ന വിസ്ഫോടനമാണ് ടൈപ്പ് 1A സൂപ്പർനോവേ. ഈ വിസ്ഫോടനം സംഭവിക്കുന്നതിന് തൊട്ടു മുന്നേ ഇതിന്റെ കോർ ഭാഗത്തിന്റെ താപനില 500 കോടി ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. ഈ തീവ്രമായ താപനില കാരണം വൈറ്റ് ഡ്വാർഫ്സിന്റെ ഉള്ളിലും ഹെവിയായ എലമെന്റ്സ് ഉണ്ടാകും. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 30 വരെയുള്ള ഒട്ടുമിക്ക എലമെന്റ്സും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇത്തരം സൂപ്പർനോവകൾ കാരണമാണ്. ഇവിടെയാണ് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങളും കൃത്യമായും ഓരോ എലമെന്റ്സിനെ അല്ല നിർമ്മിക്കുന്നത്. ഒരേ എലമെന്റ് തന്നെ പല പ്രപഞ്ച പ്രതിഭാസങ്ങളിലൂടെ ഉണ്ടാകും. ഉദാഹരണത്തിന് സ്വർണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ കൂട്ടിയിടി കാരണമാണ്. എന്നാൽ അതിനു പുറമെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളും സ്വർണമുണ്ടാക്കും. നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന ഈ എലമെന്റ്സ് എല്ലാം ബഹിരാകാശം മുഴുവൻ വ്യാപിക്കും. ഒരു നെബുലയിലുള്ള ഓരോ എലമെന്റ്സിനും വ്യത്യസ്തമായ ഉത്ഭവ സ്രോതസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു നക്ഷത്രത്തിൽ നിന്നുമുള്ള കാർബൺ, മറ്റൊന്നിൽ നിന്നുമുള്ള ഓക്സിജൻ, വേറൊരു നക്ഷത്രത്തിൽ നിന്നുമുള്ള അയൺ, അങ്ങനെ പല സ്രോതസ്സുകൾ. ദൃശ്യപ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തു നിന്നുമായിരിക്കും ഒരുപക്ഷെ ഇതിലെ പല എലമെന്റ്സും വന്നത്. ഒടുവിൽ കാലങ്ങൾക്ക് ശേഷം ഈ നെബുലയുടെ മധ്യത്തിൽ പുതിയൊരു നക്ഷത്രം രൂപം കൊണ്ടു. അതാണ് നമ്മുടെ സൂര്യൻ. അതിനു ചുറ്റും അവശേഷിച്ച പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുണ്ടായി. അതായത് പണ്ട് നക്ഷത്രങ്ങളിൽ രൂപം കൊണ്ട പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും സൗരയൂഥം മുഴുവനും ഉണ്ടായത്. അതേ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് കാലക്രമേണ നമ്മൾ ഓരോരുത്തരും രൂപം കൊണ്ടത്. അപ്പോൾ നമ്മളെല്ലാം നക്ഷത്രങ്ങളുടെ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായവരാണ്. ഈ പദാർത്ഥങ്ങൾക്ക് നമ്മുടെ സൗരയൂഥത്തിനേക്കാൾ ഒരുപാട് പ്രായമുണ്ടായിരിക്കും. നിങ്ങളുടെ ശരീരത്തിലെ ചില കണികകൾ 1360 കോടി വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ ഭാഗമായിരുന്നു. ശേഷം അത് ചിലപ്പോൾ മറ്റൊരു നക്ഷത്രത്തിന്റെ ഭാഗമായി കാണും. പിന്നെ ഏതെങ്കിലും നെബുലയുടെ ഭാഗം, നെബുലയിൽ നിന്നും ഏതോ ഒരു ഗ്രഹത്തിന്റെ ഭാഗം, ഗ്രഹത്തിൽ നിന്നും ഏതോ ഒരു ഏലിയന്റെ ഭാഗം, ശേഷം വീണ്ടും നെബുലയിലേക്ക്, അവിടുന്ന് വീണ്ടും മറ്റൊരു ഗ്രഹമായ ഭൂമിയിലേക്ക്. അവസാനം അതേ ആറ്റം തന്നെ നിങ്ങളുടെ ഭാഗമായി മാറി.